ഈ നാരങ്ങയുടെ തൊലി നമ്മുടെ പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് വരകളും ചുളിവുകളും വീഴുന്നതിനെതിരെയും പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും അതുപോലെ ആക്നെയൊക്കെ മാറാനായിട്ടും നാരങ്ങയുടെ തൊലി നല്ലതാണ്. ഒരു ഹോം മെയ്ഡ് സോപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നാരങ്ങയുടെ തൊലിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സോപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ സോപ്പ് തയ്യാറാക്കുക എന്ന് നോക്കാം. ലെമൺ പീൽ സോപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഗ്ലിസറിൻ സോപ്പാണ് ബേസാക്കി എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് നാരങ്ങയുടെ തൊലിയാണ്. അതിനായിട്ട് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നാരങ്ങ എടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് വൈറ്റമിൻ ഇ ഓയിലാണ്. പകരം ഞാനൊരു വൈറ്റമിൻ ഇ ഓയിലിന്റെ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മഞ്ഞളാണ്. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾ എടുത്താൽ മതിയാകും. ഒരു നുള്ളു മഞ്ഞൾ എടുത്താലും മതി. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നാരങ്ങയുടെ തൊലി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഒരു ബൗളിലേക്ക് എടുക്കാം. ഈ നാരങ്ങയുടെ തൊലി നമ്മുടെ പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് വരകളും ചുളിവുകളും വീഴുന്നതിനെതിരെയും പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും അതുപോലെ ആക്നെയൊക്കെ മാറാനായിട്ടും നാരങ്ങയുടെ തൊലി നല്ലതാണ്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോപ്പ് ബേസ് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഈ ഒരു സോപ്പ് ബേസ് നമുക്ക് മെൽറ്റ് ആക്കി എടുക്കണം. ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 സ്പൂണാണ് ഇതുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു തീ ഓഫ് ആക്കിയതിനു ശേഷം വേണം ഇതൊക്കെ ആഡ് ചെയ്യാനായിട്ട്. പെട്ടെന്ന് ഇത് സോപ്പ് കട്ടയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റമിൻ ഇ ഓയിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഈ വൈറ്റമിൻ ഇ ഓയിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ ചേർക്കുന്നത് വഴി ഏജിങ്ങിന്റെ പല പ്രശ്നങ്ങളും നമുക്ക് തടയാം. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രായം തോന്നുന്ന രീതിയിൽ മുഖത്തെ ചുളിവുകളും വരകളും ഒക്കെ വരുന്നത് കാണാം. അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ കോംപ്ലക്ഷൻ കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മഞ്ഞളൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പേപ്പർ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ മോൾഡ് അല്ല യൂസ് ചെയ്യുന്ന ഒരു പേപ്പർ ഗ്ലാസ് ആണ്. അത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതൊരു കുറച്ച് നേരത്തേക്ക് ഒരു 24 മണിക്കൂർ വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ വെച്ചതിന് ശേഷം എടുക്കാവുന്നതാണ്. ഞാനിവിടെ 12 മണിക്കൂർ വെച്ചതിന് ശേഷം ഇത് എടുക്കുന്നുണ്ട്. വെറുതെ നമ്മുടെ ആ പേപ്പർ ഗ്ലാസ് ഒന്ന് ഇതുപോലെ കീറി എടുത്താൽ മതി. നമ്മുടെ സോപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഈസി ആയിട്ട് എങ്ങനെയാണ് ലെമൺ പീൽ കൊണ്ട് സോപ്പ് തയ്യാറാക്കുക എന്ന് മനസ്സിലായില്ലേ? നമ്മുടെ സ്കിന്നിന് വളരെ നല്ല ഒരു സോപ്പാണിത്. നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാരങ്ങയുടെ തൊലി ഇതുപോലെ ഉപയോഗിച്ച് നമുക്കൊരു സോപ്പ് തയ്യാറാക്കാമെന്ന് മനസ്സിലായില്ലേ? ഇതിനായിട്ട് പ്രത്യേകിച്ച് മോൾഡ് ഒന്നും വേണ്ട. നമുക്കൊരു പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് മോൾഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.